പറയുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 56 സങ്കീർത്തനം 9 വാക്യം. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ ശത്രുക്കളും ഭയങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. എന്നാൽ അവൻ സാഹചര്യങ്ങളെയല്ല നോക്കിയത്, ദൈവമുഖത്തേക്ക് നോക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ചില സാഹചര്യങ്ങൾ നമ്മുടെ കഴിവിനും ശക്തിക്കും അപ്പുറത്തായിരിക്കാം. അപ്പോൾ മനുഷ്യ സഹായം തേടുന്നതിന് മുൻപ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ വെറുതെയാകുന്നില്ല. കടനീരോടെ നിലവിളിച്ചാലും വാക്കുകളില്ലാതെ ഹൃദയത്തിൽ നിന്ന് നിലവിളിച്ചാലും ദൈവം കേൾക്കുന്നവനാണ്. ദാവീദ് പറയുന്നത്, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു എന്നാണ്. ഇവിടെ ദാവീദിൻ്റെ ശക്തിയല്ല കാണുന്നത്, ദൈവത്തിൻ്റെ ശക്തിയാണ്. നമ്മുടെ ജീവിതത്തിലും ഭയവും നിരാശയും കുടുംബ പ്രശ്നങ്ങളും ഏകാന്തതകളുമെല്ലാം നമ്മെ പിന്തിരിപ്പിക്കുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. നമ്മെ തകർക്കാൻ വന്ന പ്രശ്നങ്ങൾ ദൈവം ഇടപെട്ട് മാറ്റുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ സാഹചര്യങ്ങളുടെ മധ്യത്തിലും ദാവീദ് പറയുന്നത്, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു എന്നാണ്. സാഹചര്യം മാറിയില്ലെങ്കിലും ദൈവം തൻ്റെ പക്ഷത്താണെന്ന് ദാവീദ് ഉറപ്പിച്ച് പറയുന്നു. നമ്മുടെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കണമെന്നില്ല. ചില പ്രാർത്ഥനകൾക്ക് ഉടൻ ഉത്തരം ലഭിക്കണമെന്നുമില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം തൻ്റെ മക്കളുടെ പക്ഷത്താണ്, നിലവിളി കേൾക്കുന്നവനാണ്. പ്രിയരെ, പ്രശ്നങ്ങളെ നോക്കുമ്പോൾ നമുക്ക് ഭയം തോന്നാം, ശത്രുവിനെ കാണുമ്പോൾ തളർന്നു പോകാം, സാഹചര്യങ്ങളുടെ മുൻപിൽ പ്രതീക്ഷ നഷ്ടപ്പെടാം. എന്നാൽ ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. അവൻ്റെ മുഖത്ത് നോക്കി നമുക്ക് പറയുവാൻ കഴിയണം, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കുന്നൊരു ദൈവം എനിക്കുണ്ട്, അവൻ എനിക്ക് അനുകൂലമാണ്, അവൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രതികൂലതകളുടെ മധ്യത്തിൽ അനുകൂലനായ നിന്നെ തിരിച്ചറിയുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.